മോട്ടിവേഷൻ റിയാലിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് വിജയികളെയും തോറ്റവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിജയിക്കുന്നവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഒരിക്കലും കീഴടങ്ങരുത്. നിങ്ങൾ എല്ലാം മുറുകെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ട് ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചിന്തകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ ശ്രമവും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ വിജയിക്കുന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ആരും എന്നെ വിലയിരുത്തുന്നില്ല. ഇത് ശരിക്കും എനിക്ക് തന്നെ ഉള്ളതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. വിജയത്തിന് പിന്നിലെ ആരും പറയാത്ത കഠിനമായ വഴികൾ. കേണൽ സാൻഡേഴ്സിൻ്റെ കഥ നിങ്ങൾക്കറിയുമോ? 65-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ KFC ചിക്കൻ റെസിപ്പി കൊണ്ട് 1009 ഹോട്ടലുകളെ സമീപിച്ചു. പക്ഷേ അവരാരും അതിന് സമ്മതിച്ചില്ല. 1010ാമത്തെ ശ്രമം വിജയിച്ചു. ഒന്നാലോചിച്ച്, അദ്ദേഹം 500ാമത്തെ തവണ അത് നിർത്തിയിരുന്നേലും ഇത് നമ്മൾ KFCയെ കുറിച്ച് അറിയുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം. ഇനി മറ്റൊരാളുടെ കൂടെ കാര്യം പറയാം. നമുക്കെല്ലാവർക്കും വെളിച്ചം തന്നൊരാളുണ്ടല്ലോ, തോമസ് എഡിസൺ. അദ്ദേഹം 10,000 തവണ പരാജയപ്പെട്ട ശേഷമാണ് വൈദ്യുതി വിളക്ക് കണ്ടുപിടിച്ചത്. ഒരിക്കൽ ഗീവപ്പ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും വീട്ടിലായല്ലേ. അവർക്കൊരു സത്യം അറിയാമായിരുന്നു. പരാജയം വിജയത്തിൻ്റെ എതിരാളിയല്ല, അത് വിജയത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. നിങ്ങൾ എത്ര തവണ ട്രൈ ചെയ്തു, എത്ര തവണ പരാജയപ്പെട്ടു, ഇനിയും തോൽക്കാൻ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ജീവിതം വന്ന് ഇങ്ങനെ മുന്നിലൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തും മറുപടി. ബ്രേക്ക് ത്രൂവിന് മുമ്പുള്ള ഏറ്റവും കഠിനമായ നിമിഷം. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ക്ഷീണിതനാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഞാൻ ഓരോന്നും ചെയ്യുന്നതിന് അർത്ഥമില്ലേ, ഇതെന്തെങ്കിലും നടക്കുമോ എന്നെല്ലാം ആലോചിക്കും. പക്ഷെ കേൾക്കൂ, നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം ലഭിക്കാനിരിക്കുന്ന ഒരു സമയമാണിത്. മിക്കവരും വിജയത്തിനരികിലെത്തുമ്പോൾ ഗിവപ്പ് ചെയ്യുന്നു. അതാണ് വീട്ടിൽ പോകുന്നവനും ചരിത്രം എഴുതുന്നവനും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഈ ലോകത്ത് തോറ്റുപോയവരുടെ കഥ ആർക്കും അറിയണ്ട. നിങ്ങളിത് കേൾക്കാൻ വന്നവരാണെങ്കിൽ ജയിക്കാൻ വേണ്ടി മാത്രം കേൾക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യും. എല്ലാത്തിനും ഒരു ചോദ്യമുണ്ട്. ഇന്ന് 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ദിവസത്തെ ഓർക്കുമ്പോൾ ഞാനത് അന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നോർക്കണമോ? അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഗീവപ്പ് ചെയ്തില്ല, അതിനാൽ ഞാനിപ്പോൾ എൻ്റെ സ്വപ്ന ജീവിതത്തിലാക്കുന്നു എന്നോർക്കണം? ജീവിതം നേടാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നിൽക്കാതെ മുന്നോട്ട് പോവുക. ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗീവപ്പ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. പക്ഷെ നിങ്ങൾ ആഗോള ചരിത്രത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഒരിക്കലും വഴി മാറരുത്. വിജയം വഴി മാറാത്തവർക്ക് മാത്രമേ ഉള്ളൂ, മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം. നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാണോ അതോ ഇവിടെ നിർത്തുന്നവരാണോ? നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങളുടെ കയ്യിലെടുക്കാം. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രചോദനം നൽകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. നിങ്ങളുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല, അതിനാൽ ഗീവപ്പ് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിനായി ഇപ്പോഴും പോരാടണം. ഈ മോട്ടിവേഷൻ റിയാലിറ്റി എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക്